എന്തെന്നാ ഇത് വേൾഡ് കപ്പ് തുടങ്ങിയിട്ടില്ല, അപ്പൊ രണ്ടെണ്ണം തുടങ്ങിയാ കാര്യം നമുക്ക് 5 വേൾഡ് കപ്പ് ഉണ്ടെങ്കിലും അതിന്റെ അഹങ്കാരം എന്തെങ്കിലും നമ്മളൊന്ന് കാണിക്കുന്നുണ്ടാ? കാലം കുറെ ആയാലും ഇത് പറയാൻ തുടങ്ങിയിട്ട് എന്തെല്ലാം പറഞ്ഞാലും മെസ്സി തന്നെയാ ആട്. ഓ എന്നാ റൊണാൾഡോ മുട്ടനാട് സൂയി ആടല്ല മൈൻഡുകളെ ഗോട്ടാന്ന്. ഗോട്ടിന്റെ മലയാളല്ലേ ആട്. സംഭവം വേൾഡ് കപ്പിന് നമ്മൾ പല പല രാജ്യങ്ങളും സപ്പോർട്ട് ആക്കുമെങ്കിലും മാതൃഭാഷനെ പുച്ഛിക്കല്ലേ. എന്നാ പറ മലയാള ഭാഷന്റെ പിതാവാരാ? വേം പറ. ഓ ഇതാ ഇത്ര വലിയ തങ്കച്ചനല്ലേ? തങ്കൻ ചേട്ടന്റെ തങ്കച്ചനൊന്നും അല്ല, പെരുന്തച്ഛനാടി. കൂട്ടത്തിൽ ഇവര് അടുത്തോട്ട് പോയ ഒരാളില്ലല്ലേ പച്ചോനെ. അതാ വന്നിട്ട് അടുത്തത് കപ്പ് കണ്ടിട്ട് നിങ്ങളെല്ലാം തുള്ളുന്നെങ്കിലും മക്കളെ, ഇപ്രാവശ്യത്തെ കപ്പ് നമ്മൾ അടിച്ചു. നീ ആദ്യം പോയിട്ട് ആ ചെരുപ്പ് എടുത്തിട്ട് എന്നിട്ട് നമുക്ക് കപ്പ് എടുക്കാം. എല്ലേ പോ, അതിന് നീ ഏതാ ടീം? കേരള ബ്ലാസ്റ്റേഴ്സ്. ഓടിവിളെ ഞാൻ ബ്രസീലാണ്. ഓളെ വിചാരം മഞ്ഞിട്ട് എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സും. വേൾഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നുമില്ല, അതെല്ലാം ക്ലബ്ബാ പൊട്ടത്തി. ഇന്ന് കുറച്ചെങ്കിൽ വേദണ്ട്. ഇന്നലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ജേഴ്സി ഇട്ടിട്ടാണ്, അത് ബുംറന്റെ. അത് പിന്നെ ആ രാംചരന്റെ വർത്താനങ്ങളായിട്ട് പറ്റിപ്പോയത്. ഈ പെരാന്തമാർപ്പരാണല്ലോ പച്ചനെ ഇരുന്ന് ഫുട്ബോൾ കണ്ട്. ഇവളെന്ത് നീ ടീമിന്റെ മുമ്പ് കളിക്കുന്നേ? ഇവിടെ വടക്കത്തരം അതല്ല, ഇവിടെ ചന്തം കാണാനാണോ നമ്മളിവിടെ ഇരിക്കുന്നേ? എന്താ കുഴപ്പമില്ല, എന്തൊക്കെ ടിവിന്റെ മുമ്പ് മാറി വേണങ്ങളെ. കളി തുടങ്ങുന്ന മാവപ്പെല്ലാം ചെയ്യണം. കമാൺ. ഇവിടെ കളി കണ്ടാ വിചാരിക്കും ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പോന്നെയാ. വന്ന് ഇവിടെ ഇരിക്കും. ഇവിടെ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്നവർക്ക് മാത്രമല്ല, കാണുന്നവർക്കും വാങ്ങപ്പിന്ന നല്ലതാണ്. ഫുട്ബോളിനെ പറ്റിയിട്ടൊന്നും അറിയില്ലെങ്കിൽ ബളബള വർത്തനത്തിലൊക്കെ ഒരു കുറവുമില്ല. അതെന്താ അങ്ങനത്തെ ഒരു ടോക്ക്? ഓ ഈ ജേഴ്സി കണ്ടിട്ടാ നീ പറയുന്നെങ്കിൽ എന്റെ വേൾഡ് കപ്പിന്റെ ജേഴ്സി ഇപ്പം വരും, അന്നേരം കാണിച്ചു ട്രൂ ഫാൻ എന്താന്ന്. അത് നീ എന്തെങ്കിലും ചെയ്യും. ടീമിന്റെ മുന്നൊന്ന് മാറത്തരോ? റൊണാൾഡോ കപ്പെടുക്കുന്നൊന്ന് കാണണേ. ഇതിന് ചായടിക്കാന്ന്. ഏയ് പിന്നെയും തുടങ്ങി ഇരിക്കാടാ. നീ വലിയ ഫാനല്ല പറഞ്ഞേ. എന്നോട് ഒരു ചോദ്യം ചോദിക്കട്ടെ എന്നാ? ആ ചോദിക്കണ്ട അമ്മായിന്റെ ചോദ്യം. എന്നാ കുറച്ച് സിമ്പിൾ തന്നെ. ഫുട്ബോൾ എന്തിനാ റെഫറി ചോപ്പ് കാർഡ് കാണിക്കുന്നത്? ഇതാ എന്റെ ചോദ്യം. മിസ്സല്ലേ, ചുവപ്പ് കാർഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ മഞ്ഞ കാർഡിനെ കുറിച്ചിട്ട് പറയണം. അത് പിന്നെ ആദ്യം റെഫറി മഞ്ഞ കാർഡ് കാണിക്കൂ, അന്നേരം കളിക്കാരെല്ലാം ഓടാൻ റെഡിയാവും. പിന്നെ റെഫറി പച്ച കാർഡ് കാണിക്കൂ, അന്നേരം എല്ലാവരും ബോളും കൊണ്ട് പായും. പിന്നെയാണ് ലാസ്റ്റ് ചുവപ്പ് കാർഡ് കാണിക്കാൻ. അപ്പൊ എല്ലാവരും ബോളും കൊണ്ട് ആരംഭിക്കും. ഇത് ഏത് സെൻസിൽ നടക്കുന്ന ഫുട്ബോളാ? ഉണ്ടല്ലേ? അറിയോ എന്ത് പൊട്ടത്തരാ പറയുന്നേ? ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് അല്ലേ, അതിന് നമ്മള് ബഹുമാനിക്കണ്ടേ? ആൾക്കാരുടെ വിചാരിക്ക ഗ്രൗണ്ടിലുള്ള എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാ ഓടുന്നത്. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് കാണിച്ചു തരുന്ന കളിയാണ് ഫുട്ബോൾ. നിങ്ങൾ ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ജമിനി മോൾക്ക് എല്ലാം അറിയാം. മനുഷ്യൻ തോറ്റു, ജമിനി ജയിച്ചു. എന്നാലും നാണക്കേടായി. അതിനെ തോറ്റിട്ടൊന്നും ഇല്ലല്ലോ. നമ്മളെ ടീം ഒരേ ചക്കന്റെ ചുള പോലെ ആയിപ്പോയല്ലോ. അതെന്തോ അല്ല, ഇപ്പൊ ചക്ക സീസൺ അല്ലേ, അതുകൊണ്ട് കഴിഞ്ഞിട്ട്. എന്നാലും എന്റെ ചുള വ്യത്യാസമുണ്ട്. നമ്മള് ഡ്രോ പിടിച്ചത് ഫിഫ റാങ്കിലെ 7ാം സ്ഥാനത്തിലെ ടീമായിട്ടാ. നിങ്ങളോ 45ാം സ്ഥാനത്തിലെ ടീം. നമ്മൾ അന്ന് എനിക്കൊന്ന് ബോള് തൊടാൻ കിട്ടണ്ടേ? നമ്മള് നെയ്മറുണ്ടെക്ക് കാണേനു എന്തെന്ന് നടുന്തലി വീണതാ. നമ്മള് പടി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. മറ്റുള്ള ഷോ ഇപ്പം കാണേണ്ടി വരുമല്ലോ. അയ്യേ ഇവളാ. നീ എന്താ ഈ കൊല്ലത്തില് ട്രൂ ഫാൻ ബ്രോ. ഞാൻ അന്നേരം പറഞ്ഞില്ലേ വേൾഡ് കപ്പ് എന്റെ ടീം കൊണ്ടുപോകുന്നത്. അതിന് നീ എന്താ ടീം? BTSന്റെ സ്വന്തം കൊറിയ. ഇതേതോ കൊറിയൻ ഡ്രാമ കണ്ട് തലക്ക് പിടിച്ചതാന്ന് തോന്നുന്നു. അവള് വലിയ ട്രൂ ഫാനാന്നല്ലേ പറഞ്ഞേ? ഒരു 5 പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞ നീ. ഓ ഫുട്ബോൾ ഫാനാണെന്ന് തെളിയിക്കാനുള്ള ബേസിക് ചോദ്യം വന്നല്ലോ. 5 അല്ല, വേണമെങ്കിൽ 10 കളിക്കാരുടെ പേര് ഞാൻ പറയാം. പറഞ്ഞ പറ. ഇന്നാ പിടിച്ചോ. 5ക്കും 4 നമ്മളെ ഗോട്ട്, എന്റെ ക്രഷ് സൺ ഹ്യൂമിൻ. അയ്യേ എന്റെ തെറ്റാ. ഒരുമാതിരി ഈമാൻ പറ്റി മാങ്ങാണ്ട് ചോദ്യം ചോദിക്കരുത്. ഇതെന്ത് ഉപമയാ? അല്ല, മാങ്ങ സീസൺ ആണല്ലോ, അതുകൊണ്ടാ. തേങ്ങ ഇതിലും വരെ അർജന്റീനക്കാരുടെ ഷോ കാണുന്നതായിരുന്നു നല്ലത്. ഓ ഇനി അതും ഉണ്ടല്ലേ വരാന്. ഒന്നല്ല രണ്ടല്ല 3 ഗോൾ. എത്രയാ 3 ഗോൾ. എന്നാലും ലാലി എന്ത് മാച്ച് നിങ്ങളെ. അല്ല നമ്മളെ മെസ്സിക്കാക്കാന്റെ കൈവാന്ന്.
അത് എതിർ ടീമിന്റെ കഴിവുകേട് എന്ന് പറയാം. നിങ്ങളെ സൂയൊന്നും കണ്ടിട്ടില്ലല്ലോ. നിർത്തി പെണ്ണുങ്ങളെ, കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയും കുറെ മാച്ച് ഉണ്ട് ബാക്കി. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ശരിക്കും ഒന്ന് കാണണം. എനിക്ക് കാണാനൊന്നുമില്ല. കഴിഞ്ഞ കപ്പ് നമ്മള് തൂക്കിന ഇക്കൊല്ലം നമ്മൾ തന്നെ തൂക്കും. നമ്മൾ പിന്നെ ഗ്രൗണ്ട് അളക്കാനാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. റൊണാൾഡോ കപ്പ് തൂക്കും. അതിമോഹമാണ് മക്കളെ, അതിമോഹം. 2026 6 മാസം വേൾഡ് കപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് ബ്രസീലിന്റെ 6ാമത്തെ കപ്പ് എടുക്കാനാണ്. നിങ്ങൾ മിറാക്കിളിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ പറയലുണ്ട് എന്ന് പറയാം. എന്നാൽ എനിക്ക് ബാക്കി ഡയലോഗ് പറയാൻ പറ്റും. നമ്മള് ജയിച്ചവരെ ജയിക്കാത്തവരോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത മാച്ച് സെറ്റാക്കാം. ഇവളാര ഫിഫ പ്രസിഡന്റിന്റെ മോളാ മാച്ച് സെറ്റ് ആക്കാൻ. എന്നാലും എന്തോ ഉണ്ട്, നീ അവളെ ശ്രദ്ധിച്ചില്ല, ഭയങ്കര കോൺഫിഡൻസ്. അത് ജയിച്ചോണ്ടല്ലേ. അത് മാത്രല്ല വേറെന്തോ ഉണ്ട്. ഫ്ലാഷ്ബാക്ക്. എന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. ആരും അറിയാണ്ട് ഇതൊന്നും ഈ അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്ത് തരുമോ? ഇനി റൗണ്ട് ഓഫ് 16 കാണാം. എന്ത് കാണാന്? നമ്മള് കംബാക്ക് ഇടുമെന്ന് പറഞ്ഞ് കംബാക്ക് ഇട്ട്. ഇനിയാണ് കളി. ബാക്ക് ടു ബാക്ക് കപ്പ് നമ്മളെ അടിക്കുന്ന പറഞ്ഞു. ചിലവരുടെ തുഴന്നൊരു കുറവില്ല. ഇവളെന്റെ ബേക്ക് ചൊറിയുന്നു, കയ്യെത്തുന്നില്ല. നീടെ മാന്തിക്കൊണ്ടിരുന്നോ? കൊറിയല് പുറത്തായി. അതിപ്പോ അപ്പൊ കളിയൊന്നും കാണലില്ല അല്ലേ? ഫിഫ പ്രസിഡന്റിന്റെ ഇടങ്കൈക്കും വലങ്കൈക്കും ഈ കണ്ണിലൊരു പാടായിരിക്കട്ടെ. അപ്പൊ നിങ്ങളൊന്ന് തുമ്പിക്കയ്യ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. കേട്ട് കേട്ട് ഞാൻ മടുത്ത്. അനക്കാന്റെ ടീമിന് വേണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. ഇവിടെ ഞാൻ അടങ്ങ് എന്നാലും ഓളെ കോൺഫിഡൻസ് എന്താവുന്നാണ്. മെസ്സി തന്നെ ഓളെ കോൺഫിഡൻസ്. അതിലും വലിയ കോൺഫിഡൻസ് നമുക്ക് റൊണാൾഡോ ഉണ്ട്. ഇത് വേറെന്തോ. വേറെന്ത്? നീ വിഷമിക്കണ്ട, കൊറിയ സെറ്റ് ടീമാണ്. ഇങ്ങനൊന്നും സംഭവിക്കേണ്ടതല്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിപതൽ. എന്നാലും എന്ത് പറ്റിയതായിരിക്കും? ഞാനും അതിനെ ആലോചിക്കുന്നേ. പിന്നെ വേറൊന്നുണ്ട്, കൊറിയ ജയിച്ച അർജന്റീനക്ക് പ്രശ്ന. അപ്പൊ ഇത് അവളുടെ പണിയാണല്ലേ? എടി ദുഷ്ടേ. എന്താടി എന്താ സംഭവം? അർജന്റീനന്റെ ഫസ്റ്റ് മാച്ചിന് ഒരാഴ്ച മുമ്പ് ലാലി എന്തോ ഒരു ബ്ലാക്ക് ബോക്സ് സാധനം എന്റെ കയ്യിൽ തന്നിട്ട് അതിൽ എഴുതിയ അഡ്രസ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതാരെ അഡ്രസ്? മെസ്സിന്റെ. ഓള് മെസ്സിക്ക് എന്തേക്കാനാ? ഇപ്പൊ ഇക്ക ബോക്സിൽ എന്താന്നറിയോ? എന്റെ ബലമായ സംശയം ഉസ്താദ് മന്ത്രിച്ച് ഉറുക്കാണ്. ഓരോരോ അന്ധവിശ്വാസങ്ങൾ. മെസ്സി ആ ഉറുക്കരയെ കെട്ടിട്ടല്ലേ പാന് ഗോളടിക്കുന്നേ. അല്ല എന്നിട്ട് നീ ആ ബോക്സ് ശരിക്കും മെസ്സിക്ക് അയച്ചിനാ? അയച്ചു. ഉസ്താദ് കൊടുത്ത് ഉറുക്ക് അരയെ കിട്ടിയാൽ അവന്റെ ശത്രുക്കൾ ആരും ഗതി പിടിക്കൂലെന്ന് പറയുന്നേക്കാം. അതുകൊണ്ടായിരിക്കും എന്റെ കൊറിയ എലിമിനേറ്റ് ആയ. എന്നാലും എന്റെ സണ്ണെ എന്റെ ഈ കൈകൾ കൊണ്ട് കരയല്ലേ ഇവളെ? വീട്ടേഴ്സിനോട് പറയല്ലേ? നീ എന്താ ആലോചിക്കുന്നേ? ഇതാ ലാലിന്റെ കളി തന്നെ. ഇങ്ങക്കെല്ലാം എന്താ പേരാന്താ? അങ്ങനായിട്ട് നടക്കുന്ന വേൾഡ് കപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കാനാ? അങ്ങ് ചെറുകടിക്കുന്ന പോകുമ്പോ ഇങ്ങ് ചുഴലിക്കാറ്റ് സൃഷ്ടിക്കൂന്ന് കേട്ടിട്ടില്ലേ? ലാലി നിന്റെ കളി പൊളിയാൻ പോന്നു. എന്താ എന്റെ പ്ലാൻ? എവിടെ പിന്നെ ഒളിച്ചിക്കാം? ഓ നീടുണ്ടേനു അല്ലേ? ഒച്ചപ്പാടാക്കാണ്ട് വന്ന് ഒളിച്ചിരിക്കുവളെ. ഒച്ചപ്പാടാക്കല്ലേ വെടിപ്പേ. എന്നാലും നമുക്ക് ഈ ഗതി വന്നു. കുളിക്കാത്ത രണ്ട് അണ്ണാച്ചിമാരായിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. ഒരാട് ഒളിച്ചെന്നാൽ ഞാൻ പൊക്കും. സുരാങ്കിണി സുരാങ്കിണി സുരാങ്കിണിക്ക് കപ്പ് കിട്ടിയില്ല. കപ്പ് 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 ഫിഫ വേൾഡ് കപ്പ് കപ്പ് കിട്ടിയില്ല. കപ്പ് കിട്ടിയില്ല. നിർത്തിക്കോ. 2026 കൂടി വേൾഡ് കപ്പ് തീരാനൊന്നും പോകുന്നില്ലല്ലോ. ഇനിയും വരും. റൊണാൾഡോ ഇവിടെ തന്നെ കാണും. ഇനി ഒരു വേൾഡ് കപ്പ് കളിക്കാനുള്ള ആവതുണ്ട് നിങ്ങളെ റൊണാൾഡോക്ക്? ആവതുള്ള വരെ കളിക്കും. ഇനി കളിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ടീമിനെ കോച്ച് ചെയ്തിട്ടാണെങ്കിൽ ഒരു നാള് റൊണാൾഡോ കപ്പ് പൊക്കും. കുഞ്ഞു ടീമിനോടെല്ലാം മുക്കറടിച്ചും കോയ കൊടുത്തും ജയിക്കുന്ന ആൾക്കാരോടൊന്നും ഡയലോഗ് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇന്ന ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കുള്ളത് ഞാൻ തരാം. പിന്നെ എനിക്ക് ആശ്വസിക്കാം. നിങ്ങൾ 2-1 കുട്ടിയെ 7-1 നമ്മളെ മെസ്സി കാക്കാന്റെ കളികൾ കാണാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് തീരെ സമയമില്ല. പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്.
നിങ്ങളോട് അന്നേരം പറഞ്ഞില്ല എന്റെ പ്ലാൻ ട്രൈ ചെയ്ത് നോക്കാന്ന്. എന്ത് കൂടോത്ര? അപ്പൊ ലാല് ചെയ്യുന്നതോ ഓള് ഉസ്താദിന്റെ ഉറക്ക് വെച്ചിട്ടല്ലേ കളിക്കുന്നത്, നമുക്ക് പോയിട്ട് ഭാഗവതരെ കാണാം. എന്തിന് വേൾഡ് കപ്പിന്റെ പാട്ട് പാടാനാ? അതല്ലേ ഈ സിനിമയിൽ കൂടോത്രവും ബാധലും ഒപ്പിക്കാൻ വരുന്നേ ഓറ്. ബ്രഹ്മദത്ത നമ്പൂതിരി. ഒരിലേടെ പോയി തപ്പാനാ? രാവിലെ കണിയാനിട്ടുണ്ടോ ഈ ഏരിയയിൽ? കണിയാന ആരോ ആവട്ടെ, എനിക്ക് ലാല് കിട്ടൊരു കെണി കൊടുക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അർജന്റീനനെ തളക്കാൻ ഇനി എന്റെ ടീമുണ്ട്. എന്താ നിസ്കരിക്കാൻ പോന്നാ? എംബാപ്പ. ഇത് ബാപ്പാക്ക് പറയണ്ടല്ലോ. അയ്യോ, ബാപ്പാക്ക് പറഞ്ഞല്ല, ഫ്രാൻസിന്റെ എംബാപ്പെ. അതിന്റെ ഇടയ്ക്ക് ടീമും മാറിയാ? ഞാൻ BTSന്റെ ഭാഗത്ത് നിന്ന് മാറി ചിന്തിച്ചപ്പോ മനസ്സിലായി എന്റെ ടീം ഫ്രാൻസാ. അർജന്റീനയും മെസ്സിനെ സഹായിക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട്, അതുറപ്പാണ്. എനിക്ക് ലാലിന് നല്ല സംശയമുണ്ട്. നമ്മളെ ടീമോ പുറത്തായി, ബാക്കിയുള്ള ടീമിന് വേണ്ടിയെങ്കിലും നമ്മളും ചെയ്യാം. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റ് ഒരു കൂട്ടം ജനതയ്ക്ക് വേണ്ടി ഞാനുണ്ട്. എനിക്കിതിന് വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ നമുക്ക് 5 സ്റ്റാർ ഉള്ളതുകൊണ്ട് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് 5 സ്റ്റാർ ഉണ്ടെങ്കിൽ നമ്മൾ കിക്കാറ്റ് ഉണ്ട്. കൊണകൊണ വർത്താനം പറയാണ്ട് കൈ വെക്കിവിടെ. അറിഞ്ഞാ അർജന്റീന പിന്നെയും ജയിച്ചു, പക്ഷെ മെസ്സി ഗോൾ അടിച്ചിട്ടില്ല. ആ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ വരുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ലാലിന്റെ കൂടോത്രത്തിന് നമ്മൾ ഒരു മറുകൂടോത്രം. ആ മന്ത്രവാദി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇത് മന്ത്രം ചൊല്ലിട്ട് കുഴിച്ചിട്ടിട്ട് ലാലി നിന്റെ മുകളിലൂടെ നടത്തിച്ചാല് പിന്നെ ലാലിയും അർജന്റീനയും ബട്ട് ഐ സ്റ്റിൽ തിങ്ക് ഇത് വല്ലതും നടക്കുവോ? പോടബിളായിരുന്നു. ഇപ്പൊ വാ നമുക്കിത് കുഴിച്ചിട്ടിട്ട് വരാം. മുട്ടെല്ലാം പ്രോട്ടീൻ അല്ലേ, വെറുതെ കുഴിച്ചിടണ. നമുക്ക് വല്ല കുട്ടിക്കൂറ പൗഡർ എടുത്തിട്ടൂത, അതും കൂടോത്രല്ലേ. ഞാൻ ഒറ്റക്ക് കുഴിച്ചിട്ടു. ഒരു ഓംപ്ലേറ്റ് അല്ലേ ആ പോകുന്നത്? ഒറ്റക്ക് ഇട്ടാ ശരിയാവില്ല. വാ. ഇനി ലാലിനെ ഇതിന്റെ മുകളിലോട്ടൊന്ന് മറികടപ്പിച്ചാൽ മതി. അതെങ്ങനെയാണ്? അത് ഞാൻ ചെയ്യാം. കൊറിയക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം ആയിക്കോട്ടെ. എന്നാലും മറ്റവന്മാരൊന്നും കാണുന്നില്ലല്ലോ. അന്നെ പൊടിച്ചിട്ട് മുമ്പിൽ വരാത്തായിരിക്കും. ആ എന്നെ എന്നാലും നീ അന്ന് മെസ്സിക്ക് അയക്കാൻ വേണ്ടിട്ട് എന്തോ തന്നില്ലേ? അന്നാ ശരിക്കും അതിനെ പറ്റി ഒന്നും പറയാൻ പാടില്ല. അത് ഞാനും മെസ്സിക്കാക്കും തമ്മിലുള്ള സീക്രട്ടാ. എന്റെ സീക്രട്ടല്ലേ എനിക്കറിയാടി. ബലാലെ ബാലാലി ബാന്ന് പറഞ്ഞത്. ലാലി ഇതാ ഇതിലെ അതിനിപ്പുറത്ത് വഴിയുണ്ടല്ലോ. ആടെ നേരത്തെ പൂച്ച പാത്തിനെ ഇതിലൂട്ട് പോണ്ട. ഇവിടെ ഒരു കാരിങ് പറഞ്ഞു. എന്താ പറ്റിയേ? ഇപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്ന്, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല. ആര് കാണാനാ? നീ കടക്ക്. കിടക്കാനാ? കടക്കാനല്ല, നടക്കാൻ. ലിപ്സ്റ്റിക് മസ്റ്റ് ഞാൻ പോയി ഇട്ടിട്ടായിരുന്നു. ലിപ്സ്റ്റിക് അല്ലിന്റെ പ്രശ്നം. ഇതായിരുന്നല്ലോ എന്റെ മനസ്സിലിരിപ്പ്. പിശാശ് പല്ലും തേച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഓൾക്ക് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ആ കൊറിയത്തിന്റെ ഫ്രാൻസിനും ഒരു തീരുമാനമായി തോന്നുന്നു. ഇങ്ങനെ ഫ്രാൻസിന് തോറ്റ് ഇവളെന്തെന്നാ ഉലാത്തുന്ന്? എന്റെ പേര് കൂടിയേനെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേടാവുന്നുള്ള. എന്തെന്നായി ഇവളെ? നീ കരയണ്ട, നമ്മളെ ടീമും പുറത്തയച്ചില്ലേ, നമ്മളിങ്ങനെ നിൽക്കുന്നില്ലേ? ഓ ഇനി എന്താ ചെയ്യാ? കിട്ടിയില്ല കപ്പൊന്നും കിട്ടിയില്ല. മെസ്സിക്ക് മുത്താന് കപ്പൊന്നും കിട്ടിയില്ല. ഫീഫന്റെ വേൾഡ് കപ്പ് അർജന്റീനക്ക് കിട്ടിയില്ല. ഹലോ, നമ്മളെ മെസ്സി കാക്കക്ക് വേൾഡ് കപ്പിൽ ബോണസ് മാത്രമാണ്. പ്രൂവ് ചെയ്യേണ്ടല്ല, കഴിഞ്ഞ സീസണിലെ പ്രൂവ് ആക്കി. എന്നിട്ടാ കളി കഴിഞ്ഞ TV എടുക്കാതാ ഫേക്കാന്നെല്ലാം പറഞ്ഞിട്ട് കിടന്നു പോങ്ങി. എന്തായാലും നിങ്ങൾ സ്പെയിന്റെ ഒപ്പം തന്നെ വളരെ ദയനീയമായി തോറ്റല്ലോ. നമുക്കത് മതി. എന്തല്ലേനോട് അഹങ്കാരവും തന്ത്രം കുതന്ത്രം കൂടോത്രല്ലായിട്ട്. എന്നിട്ട് എന്തായി? ജമാല് തൂക്കി അവസാനം. എല്ലാരും കൂടോത്രാക്കിയ നീ എന്നെ ഞാനാ കൂടുതൽ അങ്ങ് ഉരുളണ്ട. നീ മെസ്സിക്ക് അയച്ച സംഭവം നമുക്ക് തിരിഞ്ഞു. അതൊരു ഓൾ ദ ബെസ്റ്റ് അയച്ചാണിവളെ. ഇമെയിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള സമയത്താണ് നീ കത്തയക്കുന്നത്, അത് വിശ്വസിന് കേട്ടാ. അതിന് ഇൻസ്റ്റയിലൊന്നും മെസ്സേജ് അയച്ചിട്ട് സീൻ പോലും ആക്കുന്നില്ല. അതോടെ പറഞ്ഞിട്ട് കാര്യമില്ല. റൊണാൾഡോക്ക് ഞാനും കുറെ മെസ്സേജ് അയച്ചത് മൈൻഡ് ആക്കിയിട്ടില്ല. നിങ്ങളെല്ലാം വിചാരം എന്താ പെണ്ണുങ്ങന്മാരെ? മെസ്സേജിനെല്ലാം റിപ്ലൈ തരാൻ റൊണാൾഡോ മെസ്സി എന്തെങ്കിലും മാപ്പിളാറാ? അതന്നെ കോഴിപ്പുള്ളേഴ്സ്. ഓ നീ മെസ്സേജ് അയച്ച പ്ലേയേഴ്സിനെ വെച്ച് ടീം ഇറക്കാം. സണ്ണ എംബാപ്പെ യമാൽ ടോറസ്. ഈ ടീമിൽ വെച്ച് കപ്പടിക്കാലോ. എന്തായാലും മിസ്സിലെ ലാലിക്ക് വെച്ച് കൂടോത്രം പാഴായില്ല. നീ എന്തായാലും ഒന്നും മിണ്ടാത്തേ? കൂടോത്രത്തിലല്ല ഇക്കാലത്ത് ആര് വിശ്വസിക്കാനാന്ന്. കോയ ടീമിന് പിന്നെ ഒന്നും വലിയ പ്രശ്നമല്ലല്ലോ. കോയല്ല ഉന്നക്കായ നിക്കടി ചെയ്താനെ. ഇവര് യുദ്ധം തീരൂലെന്ന് തോന്നുന്നു. അങ്ങനെ ഈ സീസണും കഴിഞ്ഞല്ലേ? ഇനി ഒരു 1 more time പ്രതീക്ഷിക്കണം.
റൊണാൾഡോ മെസ്സി നെയ്മറിൽ ഉണ്ടെങ്കിലേ ഈ വേൾഡ് കപ്പ് മിസ്സുള്ളൂ. സത്യം. എന്നാലും ഫുട്ബോൾ എന്ന് പറയുന്നൊരു വികാരമാണല്ലേ. പിന്നല്ല. ഇനി എന്താ അടുത്ത പരിപാടി? ഇനി അടുത്ത സീസൺ കാണാം. മെൻസ് വേൾഡ് കപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. വുമൻസ് വേൾഡ് കപ്പ് വരാൻ പോകുന്നുണ്ട്.